السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المسلمين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, ആദരണീയ രക്ഷിതാക്കളെ, മുത്തുനബിയുടെ 1500-ാം ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ വൻപുതർക്ക സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിലാണ് നാം എല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത്. ഒരു ദിവസം മുത്തുനബി സഹാബാക്കളോടൊപ്പം ഖബറാളികളുടെ അരികിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് 2 ഖബറുകൾ ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 2 ഖബറിലുള്ളവരും ശിക്ഷിക്കപ്പെടുകയാണെന്ന്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഒരാൾ ഏശിനിക്കാരനും മറ്റേയാൾ മൂത്രശുദ്ധി വരുത്താത്ത ആളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച കമ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ പച്ച കമ്പുകൾ 2 കഷ്ണമായി മുറിച്ച് ഖബറിടത്തിൽ കൊത്തി. ആ പച്ച കമ്പുകൾ പച്ചയായി നിൽക്കുന്ന കാലത്തോളം മയ്യത്തിന് തസ്ബീഹ് ചൊല്ലി ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായി തീരും. ശുദ്ധിയുടെ പ്രാധാന്യം എടുത്തു കാട്ടാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുദ്ധി ഈമാനിന്റെ അർത്ഥഭാഗമാണ്. പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നല്ലേ ഖുർആൻ പ്രസ്താവിക്കുന്നത്. ഈ പ്രസ്താവനയിലൂടെ ശുദ്ധിയില്ലാത്തവനെ ഞാൻ ഏറ്റെടുക്കില്ല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദന്ത ശുദ്ധീകരണത്തിന് ഇസ്ലാം വലിയ സ്ഥാനം നൽകി. ദന്ത ശുദ്ധീകരണവും വായ ശുദ്ധീകരണവും അല്ലാഹുവിന് തൃപ്തിപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ സമുദായത്തിന് പ്രയാസകരമായി തീരുമായിരുന്നുമില്ലെങ്കിൽ എല്ലാ ഊവിനോടൊപ്പം ദന്ത ശുദ്ധീകരണം വരുത്താൻ ഞാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ആവശ്യകത എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദന്ത ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം നൽകി. ദന്ത ശുദ്ധീകരണം കൊണ്ട് വായുടെ ദുർഗന്ധം അകറ്റാൻ കഴിയും. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാളുടെ വസ്ത്രം നന്നായാൽ അയാളുടെ മനസ്സിന്റെ പ്രയാസം മാറി. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നമുക്കറിയാമല്ലോ. പലപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിഹീനമായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ പല മഹാമാരികളും പെയ്തിറങ്ങുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് നിക്ഷേപിക്കുക, ഇതൊന്നും ഇസ്ലാമിക് സംസ്കാരമല്ല. ഈ കാര്യത്തെ നമ്മൾ ഓരോവരും ശ്രദ്ധാലുവാകണം. ഈ കാര്യം എല്ലാ ജനങ്ങളും എത്തിക്കണം. മാലിന്യമുക്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിദ്യ എഴുതുന്ന വിദ്യാകർത്താക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനം കൊണ്ടാടുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ മുത്തുനബി വിനയവിസ്മയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരല്പം കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നതിന്റെ ഉദ്ദേശം. അതിനെനിക്ക് തൗഫീഖ് നൽകിയ നാഥൻ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സൃഷ്ടികളിൽ ഏറ്റവും വലിയ വിനയവിസ്മയമായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതാനും ചില കാര്യങ്ങൾ ഉദാഹരിച്ചുദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പല വേളകളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽ നീരികെട്ടി വീർക്കുമ്പോഴും രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് കണ്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, നബിയെ, അങ്ങേക്ക് മുൻകഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതുമായ സർവ്വപാവങ്ങളും പടച്ചിറപ്പ് പുറത്തു തന്നിട്ടും പിന്നെന്തിനീ പ്രയാസപ്പെടുന്നത്? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഞാൻ നന്ദിയുള്ള അടിമയാവേണ്ടയോ ആയിഷ? നോക്കൂ, ആ വിനയവിസ്മയം ദിവസവും മുടങ്ങാതെ ഒട്ടനവധി തവണ ഇസ്തിഗ്ഫാറുകൾ തിരിച്ചത് ഇതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. എന്നില്ല, ബദറിലേക്കുള്ള യാത്രവേളയിൽ ഒരൊട്ടകം മാത്രമായിരുന്നു 3 സംഘത്തിന്റെയും ഏക ആശ്രയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി റളിയല്ലാഹു അൻഹു മർസൂദ് തങ്ങളും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു പ്ലാൻ. തങ്ങളുടെ ഊഴമെത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു മർസൂദ് തങ്ങളും പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഊഴകത്തിലും ഒട്ടകപ്പുറത്തേറൂ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്നാൽ സത്യനബിയുടെ അതരം ചലിച്ചു, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്, മാത്രമല്ല ഞാനും നിങ്ങളെ പോലെ റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നു. ആ വിനയമേന്മ മഹത്തരമല്ലേ? മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ സമയം സഹാബത്തിനോടൊപ്പം ഇസ്തിക എടുത്തു വയ്ക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സജീവമായുണ്ട്. അങ്ങ് വിശ്രമിച്ചോളൂ, എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് ഒരു സഹാബി പറഞ്ഞപ്പോഴും മേൽപ്പറഞ്ഞ വാക്യം തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചത്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വർഗീയ ഉദ്ഘാടകനെങ്കിലും അഹങ്കരിക്കാൻ മറ്റ് പലതുണ്ടായെങ്കിലും സദാ വിനയാന്വിതനായി ജീവിച്ചു. അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ട് പോലും ചെറുകൂരയിലായിരുന്നു അവിടുന്ന് അന്തിയുറങ്ങിയിരുന്നത്.
കൂടാത്തതിന് വീട്ടു ജോലികളിൽ വരെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊലി കളയാത്ത ഗോതമ്പ് റൊട്ടിയും രുചിഭേദം വന്ന വെണ്ണ കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടാലും ക്ഷണം സ്വീകരിക്കുമായിരുന്നു എന്ന്. ഇന്നത്തെ രാജാക്കളുടെയും ഹാജാക്കളുടെയും അഹങ്കാരം അതിന് സമ്മതിക്കുമോ? അവിടുത്തെ അങ്കി ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു എന്നാണ് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന സത്യാവസ്ഥ. മരിക്കുമ്പോഴും അത് തിരിച്ചു വാങ്ങാനുള്ളത് അവിടുത്തെ കൈവശം ഉണ്ടായിരുന്നില്ല. മർത്യരിൽ ഇത്ര വലിയ വിനയവിസ്മയം തീർത്ത മറ്റാരുണ്ട്? കൂടാത്തതിന് അക്കാലത്തെ ഏറ്റവും താഴ്ന്ന വാഹനമായ കോവർ കഴുതപ്പുറത്തായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തതെന്നും എടുത്തു പറയേണ്ടത് തന്നെ. അങ്ങോട്ട് ചെന്ന് അഭിവാദ്യം ചെയ്തു തുടങ്ങുന്നതും യാത്രവേളകളിൽ മറ്റു സേവനങ്ങൾ ചെയ്യാൻ മുന്നിടുന്നതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷണമാണ്. സമയക്കുറവ് മൂലം ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയരികിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാവുമായിരുന്നു. കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞ് അവരെ അവഗണിക്കില്ലായിരുന്നു. അവരോട് കൂടി സലാം പറഞ്ഞിട്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങുക. വിനയമാണ് മനുഷ്യനെ ഉയരങ്ങളിലേക്ക് ഉയർത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും പ്രവർത്തിച്ചു കാണിച്ചതും. ആ മുഴുവൻ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വിട. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.